എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ +2ൻ്റെ പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് ആദ്യം തന്നെ പറയട്ടെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല, ഇത് നമ്മുടെ കാൽക്കുലേറ്റഡ് പ്രഡിക്ഷൻ ആണ്. അതായത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നോക്കിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിനർത്ഥം ഈ വീഡിയോ കണ്ട് ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കോ ഫുൾ A+ഓ കിട്ടുന്നതല്ല. ഇത് നിങ്ങൾ ലാസ്റ്റ് എല്ലാം പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ബാക്കി ഫുൾ മാർക്കൊക്കെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ഇന്ന് വൈകിട്ടും നാളെ വൈകിട്ടും ഒക്കെയുള്ള നമ്മുടെ ലൈവുകൾ മിസ്സാവാതെ ഫുള്ളായിട്ട് കണ്ട മക്കൾക്ക് നമ്മുടെ എക്സാം ഇന്നേണ്ട നമ്മുടെ ബയോളജി ടീമിൻ്റെ ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഈ വീഡിയോ കാണാം, അതിനുശേഷം വൈകിട്ടുള്ള ഇന്നത്തെയും നാളത്തെയും ലൈവുകൾ മിസ്സാവാതെ കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നിങ്ങൾക്ക് എപ്പോഴും അറിയാം ഈ പോളിനേഷൻ്റെ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. 3 ടൈപ്പ് ഓഫ് പോളിനേഷൻ, അതേപോലെ തന്നെ പോളിനേറ്റിംഗ് ഏജൻസ്. ഇത് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറേ ഇല്ല. പിന്നെ നമ്മുടെ ആന്തറിൻ്റെ TS, ഈ ഒരു TS അടയാളപ്പെടുത്താനും ഇതിൽ തന്നെ ആ ഒരു ടപ്പീറ്റം ഏറ്റവും ഇന്നമോസ്റ്റ് ലെയറിൻ്റെ ഫംഗ്ഷൻസും ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ എംബ്രിയോ സാക്ക് അടയാളപ്പെടുത്താനും എംബ്രിയോ സാക്കിൻ്റെ ടൈപ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, ആ ഒരു മോണോസ്പോറിക് ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ഇല്ലേ, ആ ഒരു മെഗാസ്പോറോജെൻസിസ് നടന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നത്, അതും ചോദിക്കാറുണ്ട്. ഇതിന് ശേഷം ഇവിടെ സൈഗോട്ട് ഉണ്ടായതിന് ശേഷമുള്ള വേറൊരു ഡയഗ്രം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ലൈവിൽ ചെയ്യും, ഇന്നത്തെയും നാളത്തെയും ലൈവുകളിലൊക്കെ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതെൻ്റെ മക്കളെ മിസ്സാവാതെ തന്നെ കാണാം. പിന്നെ നമ്മുടെ ആ ഒരു ഒവ്യൂള്, എന്ത് ടൈപ്പ് ഓഫ് ഒവ്യൂളാണ്, അതേപോലെ തന്നെ ഈ ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്താനും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരു കാരണവശാലും ഇത് വിട്ട് കളയരുത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ ആ ഒരു സ്റ്റെപ്പ് ഇവിടെ ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ ഒരു ഇമാസ്കുലേഷൻ എന്തിനാണ്, ഇതിൻ്റെ സ്റ്റെപ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് തരും, അത് ഓർഡർ തെറ്റിച്ച് തരും, എന്നിട്ട് നമ്മളോട് കറക്റ്റ് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് പറയും, അല്ലെങ്കിൽ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് എഴുതാൻ വേണ്ടിയിട്ടും പറയും. ഇത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാവരും ലൈവ് മിസ്സാക്കാതെ തന്നെ കാണാം കേട്ടോ. പിന്നെ നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് ഈ പകുതി വരെയുള്ള ഗ്രാഫ് വന്നിട്ട് ബാക്കിയുള്ളത് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. പിന്നെ ഈ ഒരു കോർപ്പസ് ലൂട്ടി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഈ ഒരു ഓവുലേഷൻ നടക്കുന്നത് എന്ത് ഹോർമോണിൻ്റെ എഫക്റ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാനുള്ള ഈ സ്പെർമാറ്റോജെനിസിസും ഓജെനിസിസും, ഇത് കമ്പാരിസൺ ആയിട്ട് ചോദിക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഡയഗ്രാം തന്നിട്ട് അത് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ സ്പെർമാറ്റോജെനിസിസ്, സ്പെർമിയോജെനിസിസ്, സ്പെർമിയേഷൻ, അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് വാക്കുകൾ അത് നമ്മളോട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. പിന്നെ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ്, ഈ ഒരു ഭാഗത്തിൻ്റെ ഫംഗ്ഷൻ എന്ത്, ഈ ഭാഗത്തിൻ്റെ ഫംഗ്ഷൻ എന്ത്, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. പിന്നെ ഇത് ഒരിക്കലും വിടാതെ ചോദിക്കുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ വരാറ്. പിന്നെ നമ്മുടെ പ്ലാസൻഡ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ, പ്ലാസൻഡയുടെ ഫംഗ്ഷൻ, പിന്നെ ചില സമയത്ത് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ മാത്രം ഫീമെയിൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, അതൊക്കെ എക്സാമിന് വരാറുണ്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഫസ്റ്റ് ടേമിൽ ആ ലാസ്റ്റ് ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നമ്മുടെ IUDs ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ STIs, ഇത് ഒരിക്കലും ചോദിക്കാത്ത ഒരു പേപ്പർ പോലുമില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് STI അല്ലെ STD, ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്താണ്, അതേപോലെ തന്നെ ഏതെങ്കിലും 2-3 എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. പിന്നെ അടുത്തതാണ് നമ്മുടെ എംനിയോസെൻറ്റസിസ്. ഇത് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ അല്ല, പക്ഷേ റീസെൻറ്റ് ഇയേഴ്സിൽ നമുക്ക് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു വാസെക്ടമി, ട്യൂബെക്ടമി, പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ എക്സ്പാൻഷൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ആ എക്സ്പാൻഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കംപ്ലീറ്റ് നമ്മൾ ലൈവിൽ ചെയ്യും. അപ്പോൾ ആരും എൻ്റെ മക്കളെ എന്ത് ചെയ്യാതിരിക്കുക, ലൈവ് മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മൈക്രോബ്സിൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആകെ കുറച്ച് ഭാഗങ്ങൾ, 2 മാർക്കിനോ 3 മാർക്കിനാണ് മാക്സിമം ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരിക. ഇതിൽ തന്നെ കുറേ മൈക്രോബ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ആ ഒരു കെമിക്കൽ എൻസൈംസ്, ആസിഡ്സ്, അതേപോലെ തന്നെ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. പിന്നെ ചില ചീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ അല്ലെ ഫംഗസിൻ്റെ പേര് ചോദിക്കാറുണ്ട്. ഇതേപോലെ തന്നിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിക്കും. കണ്ടോ, ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൈക്രോബ് ഏത്, അതേപോലെ തന്നെ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോബ് ഏത്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. പിന്നെ ബയോ ആക്റ്റീവ് മോളിക്യൂൾ, ഇത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറേ ഇല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളുടെ ആ ഒരു ബയോ ഫെർട്ടിലൈസറിൻ്റെ ഏരിയ ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഈ ഒരു സെക്ഷനിൽ ആദ്യം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റേജ് എങ്കിൽ ഇപ്പം നമ്മളുടെ ഈ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ബയോടെക്നോളജി ആപ്ലിക്കേഷനും പ്രിൻസിപ്പിൾസും നല്ല വെയിറ്റേജ് ഉള്ള 8 മാർക്സിന് വരുന്നതാണ്. ഇത് നമ്മുടെ PCR, ഇവിടുത്തെ എൻസൈം ഏത്, ഇവിടുത്തെ പ്രൈമർ എന്താണ്, ഈ ഒരു എൻസൈമിൻ്റെ പ്രത്യേകത എന്താണ്, ഈ 3 സ്റ്റേജസ് എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കും. പിന്നെ നമ്മുടെ പാലിൻഡ്രോമിക്
ആ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് ഏത് എൻസൈമാണ് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്, അത് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇലക്ട്രോഫോറസിസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇവിടുത്തെ ജെല്ല് ഏതാണ്, ഇതിനെ കട്ട് ചെയ്യുന്ന ഇല്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, ഏത് ഡൈ ആണ് ഉപയോഗിക്കുക, ഇതൊക്കെ ഇവിടുന്ന് ചോദിക്കും. പിന്നെ നമ്മുടെ ഹോസ്റ്റിനെ കോമ്പീറ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്, ആനിമൽ സെല്ലിന് ഏത്, പ്ലാന്റ് സെല്ലിന് ഏത്, ബാക്ടീരിയയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഇത് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ക്ലോണിംഗ് വെക്ടർ സ്ഥിരമായിട്ട് വരുന്നൊരു ഡയഗ്രാമാണ്. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ നോക്കാതെ ഒരു കാരണവശാലും പോകരുത്. ഓക്കെ, ഇനി നമ്മളിത് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വിട്ടുപോയി ഇല്ല. യെസ്, ഇനി നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ ബയോടെക്നോളജി ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ നമ്മുടെ ഇൻസെക്ട് റെസിസ്റ്റൻസിൻ്റെത് കാര്യം വരാറുണ്ട്. ആ ഇൻസെക്ട് റെസിസ്റ്റൻസിൻ്റെത് ആ ഒരു BT കോട്ടൻ്റെ കാര്യം ഇവിടെ ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ എലി ലില്ലി കമ്പനി എങ്ങനെയാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ മെത്തേഡ്, മെച്ചുർ ഇൻസുലിൻ്റെയും പ്രോ ഇൻസുലിൻ്റെയും സ്ട്രക്ചർ, അതേപോലെ തന്നെ RNA ഇൻ്റർഫിയറൻസ്, മെലോയിഡ് ഗൈനയുടെ ആ ഒരു RNA ഇൻ്റർഫിയറൻസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഏത് പ്ലാസ്മിഡ് ഉപയോഗിച്ചിട്ടാണ്, ഏത് വെക്ടറിന് ഉപയോഗിച്ചിട്ടാണ് അവർ ഇൻസേർട്ട് ചെയ്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ദെൻ നമ്മുടെ GMO പ്ലാന്റ്സ്, അവരുടെ മെറിറ്റ്സ്, അതേപോലെ തന്നെ നമ്മൾ ഏർലി ഡയഗ്നോസിസ് എങ്ങനെയാണ് നമ്മളെ അസുഖം എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ആ മോളിക്കുലർ ഡയഗ്നോസിസ്, പിന്നെ നമ്മളുടെ ട്രാൻസ്ജെനിക് ആനിമൽസിൻ്റെ സെക്ഷൻ, ഇത്രയും ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലും കൂടുതൽ ഭാഗങ്ങളുണ്ട്, എല്ലാം നമ്മൾ ലൈവിൽ ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ ATR വരുന്നുണ്ടാകും എൻ്റെ കുട്ടികൾക്ക് നമ്മളുടെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ 3 ചാപ്റ്റേഴ്സ് പറയാൻ. അത് കഴിഞ്ഞിട്ട് സ്നേഹാമിസും വരുന്നുണ്ടാകും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം കേട്ടോ. ഓക്കെ, യെസ്. ഹലോ മക്കളെ, അപ്പോൾ നമ്മളിനി നമ്മുടെ 3 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേഗം നോക്കി വെക്കാം. നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതിൽ നിന്നും അത്യാവശ്യം നല്ല മാർക്കിന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് തന്നെ അതേ ഈ ഒരു ഗ്രാഫ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഗ്രോത്ത് കർവാണ് 2 എണ്ണം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 തരത്തിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവും അതേപോലെ തന്നെ ലോജിസ്റ്റിക് ഗ്രോത്തും ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും അതേപോലെ തന്നെ ഈ ഗ്രാഫ് ഏതാണ് എന്നുള്ളതാണ് നിങ്ങളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വർഷവും എന്തായാലും ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ അത് ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് പ്രൊഡക്ടിവിറ്റി എന്താണെന്നും ഏതൊക്കെയാണ് നമ്മുടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളതും ചോദിക്കാറുണ്ട്. പിന്നെ പാരസൈറ്റ്സിൻ്റെ എന്തൊക്കെയാണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ള അഡാപ്റ്റേഷൻസ് എന്നുള്ളത് ചോദിക്കും. അതേപോലെ തന്നെ ചോദിക്കുന്നതാണ് പാരസൈറ്റ്സ് അല്ലാതെ തന്നെ നമ്മുടെ പ്രിഡേറ്റേഴ്സ് ഉണ്ടല്ലോ, ആ പ്രിഡേറ്റേഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ ചോദിക്കാറുണ്ട്. ഇത് 2 എണ്ണം എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷേ ഇനി എപ്പോഴെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കില്ലെങ്കിൽ കൂടിയും പക്ഷേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സൺ ആണ് ദി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. പക്ഷേ ഒരു സ്ഥലത്തല്ല, എവിടെയാണ്, നമ്മുടെ തെർമൽ വെൻറ്റ് സിസ്റ്റം അല്ലേ, അതായത് നമ്മുടെ കടലിൻ്റെ അടിത്തട്ടിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഹൈഡ്രോ തെർമൽ വെൻറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സൺ ആയിരിക്കില്ല എന്നുണ്ടാവുക നമ്മുടെ എനർജിയുടെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പിരമിഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഓൾവേസ് സെപ്പറേറ്റ് ആയിരിക്കും, അതൊരിക്കലും ഇൻവേർട്ട് ആവില്ല. അതിന് കാരണം എന്താണ് എന്നുള്ള രീതിക്കും ചോദിക്കാറുണ്ട്. അപ്പോൾ പിരമിഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അതിനുശേഷം വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാ തരത്തിലുള്ള പിരമിഡ്സും നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ GPP NPP ഓക്കെ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി തന്നെ 2 തരത്തിലുണ്ട്, GPP NPP. അത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. അതിൻ്റെ ഇക്വേഷൻ എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എക്സാമ്പിൾസ്, അതായത് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസിൻ്റെ എക്സാമ്പിൾസ് ഫുള്ള് പഠിച്ചു വെച്ചോ. എന്തായാലും ആ ഭാഗത്ത് നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ഇതേപോലെ കുറച്ച് ആൾക്കാരെ തരും, എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫുഡ് ചെയിൻ ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൽ ഓരോ ട്രോഫിക് ലെവലിൽ ആരൊക്കെയാണ് എത്തുക എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ ഇൻട്രാക്ഷൻസിൻ്റെ ഭാഗത്ത് നിന്ന് പല തരത്തിലായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എന്താണ്, ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ടേബിളൊക്കെ ആക്കി തന്നിട്ട് ഫില്ല് ചെയ്യാനായിട്ടുള്ള രീതിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ GFCയും അതേപോലെ തന്നെ DFCയും, അതായത് ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും നന്നായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോപ്പുലേഷൻ്റെ ഭാഗത്ത് തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇതേപോലെ ഈ ഒരു ഗ്രാഫ് തന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി T+1 ടൈമിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ള ഒരു രീതിക്ക് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഇക്വേഷനും നന്നായിട്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ നേറ്റാലിറ്റി, ഇമിഗ്രേഷൻ, എമിഗ്രേഷൻ, മോർട്ടാലിറ്റി, ഇതൊക്കെ അതിൻ്റെ ഡെഫിനേഷൻ അടക്കം നന്നായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്പും നല്ലോണം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് ഇവിടെ ഈ ഭാഗത്ത് വരുന്ന എന്താണ്, ഫ്രാഗ്മെൻറ്റേഷൻ ആണ് വരിക അല്ലേ. ഡെട്രിറ്റസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്, ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്തുണ്ടാവുക നമ്മുടെ ഈ ഒരു ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, ബയോഡൈവേഴ്സിറ്റി, അതേപോലെ തന്നെ ഇക്കോസിസ്റ്റം. അപ്പോൾ ഇതിൽ നിന്നും ഇപ്പോൾ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും പിന്നെ അതേപോലെ തന്നെ ഇത് കൂടാതെ ഇനി അങ്ങോട്ടുള്ള ഇതിൻ്റെ എല്ലാ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നമ്മൾ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും മിസ്സാക്കരുത്, നമ്മുടെ ലൈവിലേക്ക് അടിപൊളിയായിട്ട് വരാം. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ സ്നേഹമസ് എൻ്റെ കുട്ടികൾക്ക് ഫുള്ള് സെറ്റാക്കി തരും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം.
യെസ്, ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ജെനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററും പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഹ്യൂമൻ ഹെൽത്തും എവല്യൂഷൻ എന്ന് പറയുന്ന 4 ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഈ 4 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ട് പഠിക്കേണ്ടതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇത് 2 മാർക്കിനും ചോദിക്കാം, 1 മാർക്കിനും ചോദിക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതുകൂടാതെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഹോമലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻ എന്ന് പറയുന്നത്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2 മാർക്കിന് എന്തായാലും ചോദിച്ചിരിക്കും, അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ചോദിച്ചിരിക്കും. നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ. അതിൽ ഓരോ ആൻസസ്റ്റേഴ്സ് തരും, അതിനെ കറക്റ്റ് ഓർഡറിലാക്കാൻ വേണ്ടി പറയും. അതൊരു കോഡൊക്കെ വെച്ച് അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ഹാർഡി വെയിൻബർ ഇക്വിലിബ്രിയം ആണ്. അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു 2-3 ഫാക്ടേഴ്സ് നോട്ട് ചെയ്ത് വെക്കണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കും. പിന്നെ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ് നമ്മുടെ നേച്ചറൽ സെലക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റെബിലൈസിംഗ് ഉണ്ട്, ഡയറക്ഷനിലുണ്ട്, ഡിസ്ട്രപ്റ്റീവ് ഉണ്ട്. ദെൻ അതിൻ്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളും നോട്ട് ചെയ്യുക. ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് ഫൗണ്ടർ എഫക്റ്റ് എന്നുള്ള കാര്യം നിങ്ങളോട് ചോദിക്കും. ഓക്കെ, സോ ഇത്രയാണ് മെയിനായിട്ട് എവിടെ പഠിക്കാനുള്ളത്, നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോട്ട് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള നമ്മുടെ ജെനറ്റിക്സിലെ ഒരു ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് DNA ഫ്രാഗ്മെന്റ്സ് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിനെ അവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന എൻസൈം. നമുക്കറിയാം DNA ലിഗേസ് ആണ്. അപ്പോൾ ലിഗേസിൻ്റെ പേര് എഴുതിയാൽ 1 മാർക്ക് കിട്ടി. ഇനി AUG സ്റ്റാർട്ട് കോഡാണ് നമുക്കറിയാം, അത് ഏത് അമിനോ ആസിഡിനെയാണ് കോഡ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ 2 സ്റ്റോപ്പ് കോഡൺസിൻ്റെ എക്സാമ്പിൾ ചോദിക്കും, അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഓക്കെ, ദെൻ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് നമ്മുടെ ലാക് ഓപ്രോൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറും അതുകൂടാതെ തന്നെ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. അതായത് ലാക്ടോസിൻ്റെ പ്രസൻസിലും ആബ്സെൻസിലും ഈ ഒരു നമ്മുടെ ഓപ്രോൺ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യണം. ദെൻ ഇവിടെ വരുന്ന സ്ട്രക്ചറൽ ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസിൻ്റെ പേര് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്യണം. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ലാക് ഓപ്രോൺ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ നമ്മുടെ ഹെറ്ററോക്രോമാറ്റിനും യൂക്രോമാറ്റിനും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് 3 പോയിന്റ് പഠിക്കാനുള്ളൂ, അത് എന്തായാലും പഠിച്ചു വയ്ക്കുക. അതുകൂടാതെ തന്നെ നമ്മുടെ യൂക്യാരിയോട്സിൻ്റെ കേസിൽ ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്ന 4 ലെവൽസ് ഉണ്ട്. ആ 4 ലെവലും പഠിക്കണം. 2 എണ്ണം പഠിച്ചിട്ട് കാര്യമില്ല, 4 ലെവലും നിങ്ങളോട് ചോദിക്കും, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. പിന്നെ നമ്മുടെ സെൻട്രൽ ഡോഗ്മ, ഇത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല എന്ന് പറയാം. കാരണം 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ആയിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഇവിടെ പ്രോസസ്സ് A ഏതാണ്, B ഏതാണെന്നൊക്കെ ചോദിക്കും. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ. ഇത് ചില ടൈപ്പിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എസ്ട്രെയിനും ആർസ്ട്രെയിനും ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ മൈസിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ദെൻ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ കാണുന്ന ഏതൊക്കെ ആളുകളുണ്ട് ആ പേരുകൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഒരു സീക്വൻസ് തരികയാണെങ്കിൽ അതിൽ DNA സ്ട്രാൻഡും അല്ലെങ്കിൽ RNAയിൽ വരുന്ന നൈട്രജൻ സീക്വൻസ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഓക്കെ, ഇനി നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് എയ്ഡ്സ്. ഓക്കെ, അപ്പോൾ എയ്ഡ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അതിൻ്റെ പ്രിവെൻഷൻ്റെ കാര്യം നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അത് ഏത് വൈറസ് ആണ് കാരണം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്താന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. പിന്നെ ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഡിസീസ്, അതിന് കാരണമായിട്ടുള്ള കോസേറ്റീവ് ഏജൻസ്, അതിൻ്റെ സിംറ്റംസ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല. ഓക്കെ, അപ്പോൾ ഓരോ നെയിം ഓഫ് ഡിസീസ്, കോസേറ്റീവ് ഓർഗാനിസം, ദെൻ ടൈപ്പ് ഓഫ് പാത്തജൻ, അത് ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ വൈറസ് ആണോ എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ഡ്രഗ്സ്. ഓക്കെ, ഒപ്പിയോയിഡ്, കനാബിനോയിഡ്, നിക്കോട്ടിൻ, ടുബാക്കോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈപ്പ് ഓഫ് ഡ്രഗ് ഏതാണ്, പ്ലാന്റ് സോഴ്സ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം തന്നെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതെല്ലാം നമ്മളുടെ ഇന്നും അതുപോലെ തന്നെ നാളെയും നടക്കുന്ന ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. സോ ആ ലൈവ് മക്കൾ ആരും മിസ്സാക്കരുത്. പിന്നെ നമ്മുടെ ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ ലേബിൾ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ആൽക്കഹോൾ അബ്യൂസ് 4 പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 4 പോയിന്റും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി നിങ്ങളോട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. പിന്നെ നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാരിയർ, 4 ബാരിയേഴ്സ് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ അല്ലെ, ജെനറ്റിക്സിൽ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നിങ്ങളെല്ലാവരും പച്ചവെള്ളം പോലെ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ അതിൽ നിങ്ങളോട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ZW, XS-X0 ഉണ്ട്, XS-XY ഉണ്ട്, അത് നോട്ട് ചെയ്യുക. അതിന് എക്സാമ്പിൾസും പഠിച്ചു വയ്ക്കുക. ദെൻ ടെസ്റ്റ് ക്രോസ് നിങ്ങൾ പെന്നറ്റ് സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി പഠിക്കണം. ദെൻ പെഡിഗ്രി,
ചാർട്ട്, അതിലെ സിംപിൾസ് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ മെൻജീരിയൻ ഡിസോർഡറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ അവിടെ 2 ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും. ആ 2 ഡയഗ്രാം നോട്ട് ചെയ്യണം. അതിലൊരു ഡയഗ്രാം ഇതാണ്. ദെൻ ഐഡൻറ്റിഫൈ ദ ഡിസോർഡർ ചോദിക്കും, അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കും. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ എക്സാമ്പിൾ, അത് എങ്ങനെയാണ് ആ ക്രോസ് ഉള്ളത്, ആ ക്രോസ് കൃത്യമായിട്ട് വരയ്ക്കുക. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും പഠിച്ചു വയ്ക്കാം. പിന്നെയാണ് നമ്മുടെ ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ക്രോമസോമൽ ഡിസോർഡേഴ്സ് 2 മാർക്കിന് ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിക്കാം. ഡൗൺ സിൻഡ്രോം, ക്ലിനിഫെൽറ്റർ സിൻഡ്രോം ആൻഡ് ടേർണർ സിൻഡ്രോം. അപ്പോൾ 3 ക്രോമസോമൽ ഡിസോർഡേഴ്സ് നോട്ട് ചെയ്യുക. സോ ഇത്രയാണ് മക്കളെ നമ്മുടെ 4 ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ ഇതെല്ലാം ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ആണ്. ഇതൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇന്നും നാളെയും നടക്കുന്ന ലൈവിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ എല്ലാവരും എന്ത് ചെയ്യുക, ലൈവ് മിസ് ചെയ്യാതെ കാണുക. നമ്മൾ +2 ബയോളജിയിൽ എന്തായാലും മക്കളെ ഫുൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കും. സോ നിങ്ങൾ ഇന്നത്തെ ലൈവും അതുപോലെ തന്നെ നാളത്തെ ലൈവൊക്കെ കണ്ട് +2 ബയോളജിയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ റെഡി ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, യെസ് റെഡി ആണെന്നുള്ള കാര്യം അറിയിക്കുക. സോ താങ്ക് യു സോ മച്ച്.